യെസ്, എന്നോടൊപ്പം സന്തോഷ് ചേരുന്നുണ്ട് കാസർഗോഡ്. സന്തോഷേ, ഇതിൻ്റെ കണക്കുകൾ പുറത്തുവിടണം എന്നാണ് വെല്ലുവിളി. 250ഓളം വീട് നിർമ്മിച്ചു എന്നാണ് വി.ഡി. സതീശൻ്റെ അവകാശവാദം. അപ്പോൾ ഇതിൻ്റെ കണക്കുകൾ പുറത്തുവിടണമെന്ന വെല്ലുവിളി കോൺഗ്രസ് ഏറ്റെടുക്കേണ്ടതല്ലേ? വി.ഡി. സതീശൻ അതിന്റെ കേസ് വരട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് തന്നെ നിയമസഭയിൽ ഇതിന് ചോദ്യം വന്നപ്പോൾ വി.ഡി. സതീശൻ അതിന്റെ തെളിവടക്കം പറഞ്ഞതാണ്. പിന്നെ നമുക്കറിയാം, കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഏകദേശം ഉമ്മൻചാണ്ടി സോളാർ കേസിൽ CBIക്ക് വിട്ടത് അവസാന നിമിഷമാണ്. എഴുതി മേടിച്ച് വിടുകയായിരുന്നു. ഇത് അതേപോലെ തന്നെ ആദ്യം വിജിലൻസ് അന്വേഷിക്കുകയും ഇതിൽ ഒരു കഴമ്പില്ല എന്നുള്ള ഇതിലും വന്നു. രണ്ടാമതാണ് വിജിലൻസ് വീണ്ടും ഇത് വന്ന് ഇപ്പൊ ഒരു 11 മാസം മുമ്പ് കൊടുത്ത റിപ്പോർട്ട് ഇപ്പൊ ഈ അവസാന നിമിഷങ്ങളിലേക്ക് വരുമ്പോൾ ഇത് കൊടുക്കുന്ന പുകമറ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം നമ്മളെ ശബരിമല കേസൊക്കെ ഇപ്പൊ ചർച്ചയിൽ നടക്കുന്നതുകൊണ്ട് ഈ മാധ്യമങ്ങളിലൂടെ ആ ചർച്ച ഒന്ന് കവർ ചെയ്ത് നിൽക്കുക, ഈ ചർച്ചയിലേക്ക് പോകുക എന്ന്. ഇപ്പൊ നമുക്കറിയാം, CBI അന്വേഷണം വരുന്നു, ആ സമയത്തൊക്കെ എന്ന് വെച്ചാൽ മാധ്യമങ്ങളിൽ ചർച്ച ഇത് തന്നെയായിരിക്കും, ഡിബേറ്റൊക്കെ ഇത് തന്നെയായിരിക്കും. അപ്പൊ മറ്റ് ജനങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചു എന്നുള്ളതാണ്. പിന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എണ്ണി കണക്ക് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എണ്ണി കണക്ക് ചോദിച്ചില്ലേ? അത് എന്നിട്ടും പഠിക്കുന്നില്ലേ? അതാണ് എന്നെ ചോദ്യം. പിന്നെ ഒരു ചാനൽ കാണിച്ചു തരുന്നു, കൈരളി ചാനലിൽ കാണിച്ചത്. കൈരളി ചാനൽ രാവിലെ മുതൽ ഇത് കാണിക്കാൻ തുടങ്ങി. ഓരോ എടുത്ത് പറവൂര് നിയോജകം അവിടെ ഇങ്ങനെയാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട്. ഇപ്പം ചൂരൽമലയുടെ കാര്യം പറഞ്ഞു. ചൂരൽമലയുടെ കാര്യത്തിലേക്ക് എന്ന് വെച്ചാല് അവിടെ ഇപ്പം ഗവൺമെന്റ് കൊടുത്തത് ഇപ്പൊ ആയി വരുന്നില്ലേ? ഗവൺമെന്റ് കൊടുത്തത് ആയി വരുന്നത് UDF ആയി കൊടുക്കാതിരിക്കൊന്നുമില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാൻ കഴിയും. നമുക്ക് കാണാം, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് കാണാം. ഇത് പിന്നെ BJPയെ സഹായിക്കാനും കൂടെ ഉള്ളൊരു, ഇപ്പം കോൺഗ്രസിനും മാർക്സിസ്റ്റിനും ഇത് ഇങ്ങനെ ഒരു ഇത് വരുമ്പോൾ ആർക്ക് വോട്ട് ചെയ്യും? BJPക്ക് വോട്ട് ചെയ്യുള്ളൂ. കാരണം പിണറായി വിജയൻ ഇതിൽ കുറെ മറച്ചു വെക്കാനുണ്ട്. എല്ലാം പിന്നെ CPI വരെ പറയുന്നില്ലേ? എന്താണ് പറയുന്നത്? CPI വരെ ഇപ്പൊ വെള്ളാപ്പള്ളി നടക്കുന്ന കേസിലൊക്കെ വന്നപ്പോ CPI വരെ പറഞ്ഞില്ലേ പിണറായി വിജയന് എന്താണ് പറഞ്ഞത്? പിണറായി വിജയൻ എന്തെങ്കിലും ഒന്നും ഉണ്ടെന്നുണ്ടോ? അപ്പൊ ഞാൻ എൻ്റെ കൂടെ നമ്മുടെ ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ് ഒരു യൂത്ത് കോൺഗ്രസ് നേതാവാണ്. ശ്രീ ബിനോയ്,